ലോകത്തിലെ ഏറ്റവും സുരക്ഷിതവും അത്യാധുനികവുമായ വ്യോമയാന സംവിധാനമെന്ന ഖ്യാതികേട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആകാശ സീമകൾ ഇന്ന് അഭൂതപൂർവമായ ഒരു ഭീതിയുടെ നിഴലിലാണ്. കേവലം 10 ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ച 4 വൻ വിമാനാപകടങ്ങൾ ആഗോള സുരക്ഷാ വൃത്തങ്ങളെയും പ്രതിരോധ വിദഗ്ധരെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നു. 2 അതിനൂതന സൈനിക വിമാനങ്ങൾ, ഒരു സ്കൈ ഡൈവിംഗ് വിമാനം, ഒരു സ്വകാര്യ ചാർട്ട് ജെറ്റ് എന്നിവയാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ അമേരിക്കൻ മണ്ണിൽ തകർന്നു വീണത്. ഈ അപകടങ്ങൾക്കെല്ലാം പിന്നിൽ പരസ്പരം ബന്ധമില്ലാത്ത വ്യത്യസ്ത സാങ്കേതിക കാരണങ്ങളാണ് എന്ന് വ്യോമയാന അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടായ ഈ വൻ ദുരന്തങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ ചെറുതല്ല. വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷാ മാനദണ്ഡങ്ങൾ പിന്തുടരുന്ന ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഇത്തരമൊരു സുരക്ഷാ വീഴ്ച അതോ ദൗർഭാഗ്യമോ തുടർച്ചയായി സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ പരകോടിയിൽ നിൽക്കുന്ന 2 സൈനിക വിമാനങ്ങളുടെ തകർച്ചയാണ് ഇതിൽ ഏറ്റവും ഗൗരവമായി കാണേണ്ടത്. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്നതും ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ ഘടിപ്പിച്ചതുമായ ഈ യുദ്ധവിമാനങ്ങൾ തകർന്നു വീഴണമെങ്കിൽ അതിനു പിന്നിലെ സാങ്കേതിക തകരാർ എത്രത്തോളം സങ്കീർണമായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിമാനങ്ങൾ സാധാരണയായി കടുത്ത ഗുണനിലവാര പരിശോധനകൾക്കും കൃത്യമായ അറ്റകുറ്റപ്പണികൾക്കും ശേഷമാണ് ആകാശത്തേക്ക് ഉയരാറുള്ളത്. എന്നിട്ടും 10 ദിവസങ്ങൾക്കിടയിൽ 2 എണ്ണം തകർന്നു വീണു എന്നത് പ്രതിരോധ വകുപ്പിനെ പോലും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണോ അതോ നിർമ്മാണ ഘട്ടത്തിലുണ്ടായ എന്തെങ്കിലും വ്യതിയാനങ്ങളാണോ ഇതിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ആഗോളതലത്തിൽ അമേരിക്കൻ സൈനിക മേധാവിത്വത്തിനു മേൽ ചെറിയൊരു കരിനിഴൽ വീഴ്ത്താൻ ഈ സംഭവങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഇതേ കാലയളവിൽ തന്നെയാണ് വിനോദസഞ്ചാര മേഖലയ്ക്കും കായിക പ്രേമികൾക്കും വൻ ആഘാതം സൃഷ്ടിച്ചുകൊണ്ട് ഒരു സ്കൈ ഡൈവിംഗ് വിമാനം തകർന്നു വീണിരിക്കുന്നത്. സ്കൈ ഡൈവിംഗിനായി ഉപയോഗിക്കുന്ന വിമാനങ്ങൾ സാധാരണയായി കുറഞ്ഞ ഉയരത്തിൽ പറക്കുന്നവയും പെട്ടെന്നുള്ള തിരിവുകളും വേഗ വ്യതിയാനങ്ങളും കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവയുമാണ്. എന്നാൽ ഇത്തരം വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ഉണ്ടാകുന്ന ചെറിയ അശ്രദ്ധ പോലും വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഈ അപകടം വ്യോമയാന നിയന്ത്രണ ഏജൻസികളുടെ പരിശോധനകളുടെ കർശനതയെ ചോദ്യം ചെയ്യുന്നതാണ്. സ്വകാര്യ വിമാനങ്ങളുടെയും വിനോദ വ്യോമയാന മേഖലയുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന ആശങ്ക ഇത് വ്യാപിപ്പിക്കുകയാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് അതിസമ്പന്നരും വ്യവസായ പ്രമുഖരും ആശ്രയിക്കുന്ന ഒരു സ്വകാര്യ ചാർട്ട് ജെറ്റ് വിമാനം തകർന്നു വീണിരിക്കുന്നത്. ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളും പരിചയസമ്പന്നരായ പൈലറ്റുമാരും ഉണ്ടായിരുന്നിട്ടും ഈ ചാർട്ടർ വിമാനത്തിന് സംഭവിച്ച ദുരന്തം സ്വകാര്യ വ്യോമയാന മേഖലയുടെ വിശ്വസനീയതയ്ക്ക് കടുത്ത മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. വ്യോമയാന അധികൃതരുടെ ഔദ്യോഗിക വിശദീകരണങ്ങൾ പ്രകാരം ഈ 4 അപകടങ്ങളും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ആസൂത്രിതമായ കാരണങ്ങളും ഇതിനു പിന്നിലില്ല. ഓരോ അപകടത്തിനും പിന്നിൽ കൃത്യമായതും വ്യക്തമായതുമായ കാരണങ്ങളുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഒന്നിൽ എഞ്ചിൻ തകരാറാണ് എങ്കിൽ മറ്റൊന്നിൽ കാലാവസ്ഥാ വ്യതിയാനമോ അല്ലെങ്കിൽ മനുഷ്യ സഹജമായ പിഴവുകളോ ആകാം വില്ലൻ എന്നാണ് പറയുന്നത്. എന്നാൽ ഒരേ രാജ്യത്ത് ഒരേ കാലയളവിൽ അതും 10 ദിവസങ്ങൾക്കുള്ളിൽ 4 വൻ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ കേവലം യാദൃശ്ചികതയെന്ന് തള്ളിക്കളയാൻ ആഗോള സുരക്ഷാ നിരീക്ഷകർ തയ്യാറാകുന്നില്ല. ആധുനിക വ്യോമയാന സംവിധാനങ്ങൾ നേരിടുന്ന പുതിയ തരം ഭീഷണികളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവ വികാസങ്ങൾ. ഉദാഹരണത്തിന് വിമാനങ്ങളുടെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളെ ബാധിക്കുന്ന സൈബർ ആക്രമണങ്ങൾ, GPS സിഗ്നലുകൾ തടസ്സപ്പെടുത്തുന്ന ജാമിംഗ് സാങ്കേതിക വിദ്യകൾ എന്നിവയെല്ലാം ഇന്ന് ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഭീഷണികളാണ്. ഇവയെല്ലാം തന്നെ അമേരിക്കയും ഒരുപക്ഷെ കൃത്യമായി വിശകലനം ചെയ്യുന്നുമുണ്ടാകാം. അതിന്റെ കാരണങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഇത്തരം അദൃശ്യമായ ബാഹ്യ ഇടപെടലുകൾ ഈ അപകടത്തിന് പിന്നിലുണ്ടോ എന്ന സംശയം പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല. അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ പോലുള്ള ശക്തമായ സംവിധാനങ്ങൾ നിലനിൽക്കെയാണ് ഈ ദുരന്തങ്ങൾ എന്നത് ഭീതി വർദ്ധിപ്പിക്കുന്നു. വിമാനങ്ങളുടെ നിർമ്മാണം മുതൽ അവയുടെ ഓരോ പറക്കലിന് മുൻപുള്ള പരിശോധനകൾ വരെ അതീവ കർശനമായി നടപ്പിലാക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് അമേരിക്കയ്ക്കുള്ളത്. ഈ വ്യവസ്ഥിതിയിൽ എവിടെയോ ഒരു വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വിമാന ജീവനക്കാരുടെ അമിത ജോലിഭാരം, മാനസിക സമ്മർദ്ദം, പൈലറ്റുമാരുടെ പരിശീലനത്തിലെ കുറവുകൾ എന്നിവയും വ്യോമയാന സുരക്ഷയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഒപ്പം തന്നെ അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഇറാനിൽ നടക്കുന്ന കോലാഹലങ്ങൾ വേറെയും അതിന്റെ സമ്മർദ്ദവും അമേരിക്കയെ കാര്യമായ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കോവിഡ് കാലത്തിന് ശേഷം വ്യോമയാന മേഖലയിലുണ്ടായ
പെട്ടെന്നുള്ള വളർച്ചയും ജീവനക്കാരുടെ ക്ഷാമവും പലപ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ചെറിയ വിട്ടുവീഴ്ചകൾക്ക് കാരണമായിട്ടുണ്ടാകാമെന്ന നിരീക്ഷണവും ശക്തമാണ്. വിമാനങ്ങളുടെ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള സ്പെയർ പാർട്സുകളുടെ ലഭ്യതക്കുറവും ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ഇതിന് ആക്കം കൂട്ടിയിരിക്കാം. ഇവിടെയാണ് ഇറാനുമായുള്ള അമേരിക്കൻ ബന്ധത്തിന്റെ തീവ്രത പ്രാധാന്യമർഹിക്കുന്നത്. ഈ പ്രതിസന്ധി അമേരിക്കയെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് ഇതിന്റെ പ്രതിഫലനങ്ങൾ ആഗോള വ്യോമയാന മേഖലയിലാകെ ദൃശ്യമാകും. ലോകമെമ്പാടുമുള്ള വ്യോമയാന കമ്പനികളും സുരക്ഷാ ഏജൻസികളും ഇപ്പോൾ തങ്ങളുടെ സ്വന്തം സുരക്ഷാ പ്രോട്ടോകോളുകൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാവുകയാണ്. അമേരിക്കൻ ആകാശത്ത് സംഭവിച്ചതുപോലെ തുടർച്ചയായ തകരാറുകൾ തങ്ങളുടെ രാജ്യങ്ങളിലും സംഭവിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കുകയാണ് അവർ. യാത്രക്കാരുടെ ഇടയിലുണ്ടായ മാനസിക ആശങ്കയാണ് മറ്റൊരു പ്രധാന വശം. വിമാനയാത്രകൾ സുരക്ഷിതമാണെന്നുള്ള പൊതുവിശ്വാസമാണ് ഈ സംഭവങ്ങൾ ചെറിയ രീതിയിലെങ്കിലും കോട്ടം തട്ടിച്ചിട്ടുള്ളത്. വിപണിയിൽ വ്യോമയാന കമ്പനികളുടെ ഓഹരി മൂല്യങ്ങളെയും ഇൻഷുറൻസ് പ്രീമിയങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയേറെയാണ്. ഈ 10 ദിവസത്തെ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത് സാങ്കേതിക വിദ്യ എത്രത്തോളം വളർന്നാലും മനുഷ്യന്റെ നിയന്ത്രണത്തിന് അപ്പുറമുള്ള ചില ഘടകങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന അപ്രതീക്ഷിതവും ശക്തവുമായ കാറ്റുകൾ, ആകാശ ചുഴികൾ എന്നിവ ആധുനിക വിമാനങ്ങൾക്ക് പോലും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇതിനൊപ്പം തന്നെ വിമാനങ്ങളിലെ സങ്കീർണമായ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ പിഴവുകൾ പോലും വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകാം. മുൻകാലങ്ങളിൽ യാന്ത്രികമായ തകരാറുകളായിരുന്നു അപകടങ്ങൾക്ക് പ്രധാന കാരണമെങ്കിൽ ഇന്നത് ഡിജിറ്റൽ സംവിധാനങ്ങളുടെ പരാജയങ്ങളിലേക്ക് വഴിമാറിയിരിക്കുന്നു. ഈ പുതിയ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടാൻ നിലവിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പര്യാപ്തമാണോ എന്ന് ആഗോള സമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ മണ്ണിലുണ്ടായ ഈ 4 അപകടങ്ങളുടെയും കൃത്യമായ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവരാൻ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ എടുത്തേക്കാം. ബ്ലാക്ക് ബോക്സ് വിവരശേഖരണവും അവശിഷ്ടങ്ങളുടെ ശാസ്ത്രീയ പരിശോധന, പൈലറ്റുമാരുടെ ആശയവിനിമയ രേഖകൾ എന്നിവയെല്ലാം വിശദമായി വിശകലനം ചെയ്താലേ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ. എന്നാൽ അതുവരെ കാത്തിരിക്കാതെ അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ വ്യോമയാന മന്ത്രാലയം തയ്യാറാകണം. സൈനിക, സിവിൽ വ്യോമയാന മേഖലകളിൽ തമ്മിലുള്ള ഏകോപനം ശക്തമാക്കുകയും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ തകർന്നടിഞ്ഞ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ അമേരിക്കൻ ആകാശത്തെ വീണ്ടും സുരക്ഷിതമാക്കാനും സാധിക്കുകയുള്ളൂ. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഈ അസാധാരണ പ്രതിസന്ധിയെ അമേരിക്ക എങ്ങനെ നേരിടും എന്നതിലേക്കാണ്.